സാബത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലന മറിയവും യാക്കോബിന്റെ അമ്മയായ മറിയവും സലോമിയായും അവനെ അഭിഷേകം ചെയ്യുന്നതിനായി സുഗന്ധവ്യഞ്ജനങ്ങൾ വാങ്ങി. ആഴ്ചയുടെ ആദ്യ ദിവസം തന്നെ പുലർച്ചെ സൂര്യോദയത്തിന് മുൻപ് തന്നെ അവർ ശവകുടീരത്തിലേക്ക് പോകുവാനിരുന്നു. കവാടത്തിലുള്ള ആ വലിയ കല്ലുകൾ നമുക്ക് വേണ്ടി ആര് നീക്കിത്തരും? പീലാത്തോസിന്റെ ഈ ഉത്തരവ് നമുക്ക് കാവൽഭടന്മാരെ കാണിച്ചാലോ? നിൽക്കൂ, ആരാണ് നിങ്ങൾ? സഹോദര, പീലാത്തോസിന്റെ ഈ ഉത്തരവ് കൈപ്പറ്റി നീ ഞങ്ങളെ കർത്താവായ യേശുവിന്റെ ശരീരത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ അർപ്പിക്കാൻ അനുവദിച്ചാലും. ദയവായി ഞങ്ങൾക്ക് ഈ കവാടത്തിന്റെ കല്ലുകൾ മാറ്റുന്നാലും. എവിടെ? ഞങ്ങളുടെ കർത്താവിന്റെ ശരീരം എവിടെ? നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കർത്താവ് എവിടെ? എന്താ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വരൂ, നമുക്ക് വേഗം പോയി ശിഷ്യന്മാരെ വിവരം അറിയിക്കാം. നമ്മൾ ഇനി എന്ത് ചെയ്യും? ഗവർണറോട് നമ്മൾ എന്ത് സമാധാനം പറയും? എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഭയമാണ്. യഹൂദരും പരിസയരും ഇതറിഞ്ഞ് നമ്മുടെ ജീവൻ തന്നെ ഭീഷണിയാണ്. സഹോദരേ, എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ. നമ്മുടെ കർത്താവിനെ കല്ലറയിൽ കാണുന്നില്ല. എന്താ മറിയം ഈ പറയുന്നത്? കർത്താവിന്റെ ശരീരം കല്ലറയിൽ കാണുന്നില്ലെന്ന്? അതെ, ഞങ്ങൾ സുഗന്ധവ്യഞ്ജനങ്ങൾ അർപ്പിക്കാൻ കല്ലറയിൽ പോയി. കല്ലറയുടെ വാതിൽ ഭടന്മാരെ കൊണ്ട് നീക്കിയപ്പോൾ അവിടെ കർത്താവിനെ കാണുന്നില്ല. ഞങ്ങൾ ചോദിച്ചപ്പോൾ കാവൽ നിന്ന ഭടന്മാർക്കും അറിയില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തരായി നിൽക്കുകയാണ് നിങ്ങളോട് കാര്യം പറയാൻ വന്നത്. നിങ്ങളെല്ലാവരും കല്ലറയിലേക്ക് വേഗം വരണം. എങ്കിൽ വരൂ, നമുക്ക് ഉടൻ തന്നെ പോയി നോക്കാം.
ഭയപ്പെടേണ്ട. ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്ന എന്തിന്? അവൻ ഇവിടെയില്ല, അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് അവൻ തന്നെ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുക. ക്രൂശിൽ തറയ്ക്കപ്പെട്ട നസ്രായനായ യേശു ഇതാ അവൻ അരുൾ ചെയ്ത പോലെ തന്നെ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു.